Hello friends, welcome back to my channel ASHWI Makeup TV. So ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സ്കിൻ കെയർ DIY ആണ്. ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ റുട്ടീൻ ആണ്. ഇത് ഞാൻ ചെയ്യാൻ കാരണം എൻ്റെ അമ്മയുടെ ഫേസിലും കയ്യിലൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നല്ല റിസൾട്ട്സ് ആണ് വന്നത്. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫേസിൽ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും റിസൾട്ട്സ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എത്രത്തോളം ഗ്ലോനെസ് ആൻഡ് നല്ല റേഡിയൻറ്റ് സ്കിൻ കിട്ടാൻ പോവാണെന്ന്. വെൽ ഫ്രണ്ട്സ്, അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടാതെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ ഇതെൻ്റെ ഇൻസ്റ്റാ പേജാണ്, ഇവിടെ പോയി ഫോളോ ചെയ്താൽ നിങ്ങൾ എൻ്റെ പുതിയ വീഡിയോ അപ്ഡേറ്റ്സ് ഒന്നും മിസ് ചെയ്യില്ല. സോ നമുക്കപ്പോൾ തുടങ്ങാം അല്ലേ? വെൽ ഫ്രണ്ട്സ്, ഇതിനകത്ത് 3 മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോഫി പൗഡർ വേണം, എഗ് യോക്ക് അല്ലെങ്കിൽ എഗ് വൈറ്റ്, പക്ഷേ എഗ് യോക്ക് ആണ് കൂടുതലും കൂടി എഫക്റ്റീവ്, ഹണി. സോ ഇതിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ, ഗുണങ്ങൾ അതിൽ തന്നെ വെച്ച് ഞാൻ പറയാൻ പോവാണ്. നമ്മുടെ സ്കിന്നിൽ ബാക്ടീരിയ കുറയ്ക്കും, അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ അധികം ആക്നെ ആൻഡ് പിമ്പിൾസ് ഒന്നും വരില്ല. പിന്നെ ഹണിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ സ്കിൻ നല്ല ഫ്രഷ് ഫീലിംഗ് കൊടുക്കും. കൂടാതെ നമ്മുടെ സ്കിൻ നല്ല യങ്ങർ ആയിട്ട് തോന്നും, ബിക്കോസ് അതിൻ്റെ ചുളിവും ഒക്കെ കൺട്രോൾ ചെയ്യും, അതൊക്കെ നല്ല ഫേം ആക്കാൻ നോക്കും ഹണി ഇട്ടാൽ. പിന്നെ അടുത്ത പോയിന്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഹണി വിൽ ഹെൽപ്പ് ഇൻ ഹീലിംഗ്. സോ നമ്മുടെ സ്കിന്നിൽ വല്ല മുറിവോ വല്ല പൊള്ളലോ എന്തെങ്കിലും വന്നാൽ ചിലവർ പറയും ഹണി തേച്ചാൽ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ബ്ലെമിഷ്, ആ ഒരു ഡാർക്ക്നെസ് കുറയ്ക്കും. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ ഹീലിംഗ് പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റ് ആക്കാൻ നോക്കും. അടുത്തതായി എഗ് യോക്കിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിൽ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യും. കൂടാതെ നമ്മുടെ സ്കിൻ നല്ല റേഡിയന്റ് ആയിട്ട് വെക്കും. എഗ് യോക്കിൽ ലൂട്ടൻ ഉണ്ട്, അത് കാരണം നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ്, മോയ്സ്ചറൈസ് ആൻഡ് സപ്പിൾ ഇഫക്റ്റ് പോലെ കൊടുക്കും. നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ വരും. കൂടാതെ എഗ് യോക്ക് നമ്മുടെ സ്കിൻ റിജുവിനേറ്റ് ചെയ്യും ആൻഡ് ഫേം ആക്കും. പിന്നെ മൂന്നാമത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ കോഫി പൗഡർ ആണ്. കോഫി പൗഡർ നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യും, അതിൻ്റെ ഒപ്പം നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ആവും. നമ്മുടെ കോഫി പൗഡർ കുറച്ച് ഗ്രാനുലർ ടൈപ്പ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കൂടാതെ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് എല്ലാം കളയും, അതിൻ്റെ ഒപ്പം നമ്മുടെ ആക്നെയും കൂടി പ്രിവെന്റ് ചെയ്യും. സോ ഗൈസ്, ഞാൻ എഗ് യോക്ക് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്, കാണാൻ പറ്റില്ല, ഞാൻ കൂടുതൽ ഇനിയും ബെൻഡ് ചെയ്താൽ താഴോട്ട് വീഴും. പിന്നെ ഹണി, അതിൻ്റെ ഒപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ കോഫി സ്ക്രബ് ഇല്ല. ഓക്കെ, ഞാനിപ്പോൾ ക്ലിയർ ബൗളിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നത്തെ എന്താ ഉള്ളത്. ഞാൻ പറ്റിക്കല്ല കേട്ടോ. സോ ഇത് എഗ് യോക്കാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇനി കോഫി പൗഡർ ഇടാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അടുത്തതായി ഹണി. ഇതാണ് 3 മെയിൻ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഇനി ബ്രഷ് വെച്ച് മിക്സ് ചെയ്യാം. ഞാൻ ഫേസ് എന്തായാലും കഴുകിയിട്ട് വന്നിരിക്കാം. നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം ഒരു ഫസ്റ്റ് ലെയർ. ഇനി നമുക്ക് കൈ വെച്ച് നല്ലോണം മസാജ് ചെയ്യാം ഫസ്റ്റ്. ഒത്തിരി ബാലൻസ് ഉണ്ട്, സോ ഞാൻ എൻ്റെ കയ്യിലൊക്കെ തേക്കാൻ പോവാണ്. കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് ഫേസിൽ ഒട്ടിച്ചു വെക്കുക, ലെയർ ബൈ ലെയർ പോലെ. ഇതിന് പുറത്ത് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ ഡബിൾ ഇഫക്റ്റ് ആണ് വരാൻ പോകുന്നത്, ഡബിൾ മോയ്സ്ചറൈസിങ്. ഇനിയും കിടക്കുന്നുണ്ട്, ഇനിയും ബാലൻസ് ഉണ്ട്, അപ്പോൾ അത് ബാക്കി നമുക്ക് കയ്യിലൊക്കെ തേക്കാം. ബ്രഷിൻ്റെ ആവശ്യമില്ല. ബേസിക്കലി നമ്മുടെ ഈ ഒരു ഏരിയാസാണ് കൂടുതൽ ടാൻ വരാൻ ചാൻസസ്. അടുത്ത ലെയർ ഓഫ് ടിഷ്യൂ വെച്ച് നമ്മുടെ സ്കിന്നിൽ ഞാൻ വീണ്ടും ഇടാൻ പോവാണ്.
ഓക്കെ സോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കയ്യിലിട്ട് കഴിഞ്ഞു. ഇത് സെക്കൻഡ് ലെയർ ആണ്. ആക്ച്വലി തീർന്നു. സീക്കണ്ട, ഒട്ടുമില്ല. നമുക്കിനി ഒരു 15 മിനിറ്റ്സും കൂടി ഉണ്ട്, ഹാഫ് ആൻ അവർ ആവാൻ. വേണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു 20-25 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്യാം. ആൻഡ് ദെൻ ഇതൊക്കെ മാറ്റിയിട്ട് വരാം. ഓക്കെ. വെൽ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു 20-25 മിനിറ്റ്സ് കഴിഞ്ഞു. ഭയങ്കര ഹാർഡാണ്. ആൻഡ് ഇനി നമുക്ക് കഴുകാം. ആദ്യം തന്നെ നമുക്കൊന്ന് പീൽ ഓഫ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഫേസ് ഞാൻ കഴുകി. നല്ല ഒരു മോയ്സ്ചറൈസ് ഇഫക്റ്റാണ് ഇപ്പോൾ കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആയിരിക്കും എൻ്റെ സ്കിൻ. ഇനി എൻ്റെ സ്കിന്നിൻ്റെ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ .K-യുടെ വൈറ്റമിൻ സി സിറം എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ വെച്ച് ഒന്ന് ക്ലെൻസ് ചെയ്യാം ലാസ്റ്റ്. ആൻഡ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ്, ഏതെങ്കിലും ഒരു ഓയിൽ, ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒന്ന് വെച്ചൊന്ന് തൊട്ട് കൊടുത്താൽ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത്, നമ്മുടെ സ്കിൻ നല്ല സപ്ലായിട്ടായിരിക്കും, ഒരു മോയ്സ്ചറൈസ്ഡ് എഫക്റ്റ് പോലെ. സോ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഡിഫറൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ റിസൾട്ട്സും കാണാനും പറ്റും. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. സോ എൻ്റെ വീഡിയോ ഒന്ന് അവസാനിക്കുകയാണ്. ഇനി ഞാൻ വീണ്ടും ഒരു അടുത്ത പുതിയ വീഡിയോസായിട്ട്. അപ്പോൾ ടേക്ക് കെയർ, ലവ് യു ഗൈസ്, ഗോഡ് ബ്ലെസ്.